എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. തങ്കളം കാക്കനാട് നാലുവരിപ്പാത പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ. കോതമംഗലം തങ്കളം കാക്കനാട് നാലുവരിപ്പാത പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ കൈക്കൊള്ളുമെന്ന് പൊതുമരാമത്ത് മന്ത്രിക്ക് വേണ്ടി മന്ത്രി കെ രാജൻ നിയമസഭയിൽ അറിയിച്ചു. തങ്കളം കാക്കനാട് നാലുവരിപ്പാത തടസ്സങ്ങൾ നീക്കി യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആന്റണി ജോൺ MLAയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രിസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. സർ, എന്റെ മണ്ഡലത്തിലെ തങ്കളത്തു നിന്നും കോതമംഗലം തങ്കളത്തു നിന്നും ആരംഭിച്ച് ജില്ലാ ആസ്ഥാനമായ കാക്കനാട് എത്തിച്ചേരുന്ന തങ്കളം കാക്കനാട് നാലുവരിപ്പാത ആകെ 27 കിലോമീറ്റർ ദൂരം വരുന്ന ഈ ഒരു പാത 2006, 2007 VS ഗവൺമെന്റിന്റെ കാലത്താണ് ഈ പദ്ധതി അംഗീകരിച്ചത്. പിന്നീട് 2009, 2010 കാലത്ത് അവിടെ കോതമംഗലം മണ്ഡലത്തിൽ വരുന്ന 1 കിലോമീറ്ററോളം ദൂരം വരുന്ന പ്രദേശത്ത് ആ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയിൽ പിന്നീട് 10 വർഷക്കാലത്തിന് ശേഷം 2019 വീണ്ടും ഒരു 1/2 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം കോതമംഗലം പട്ടണത്തോട് ചേർന്ന് വരുന്ന പ്രദേശത്ത് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി തന്നെയാണ് തുടർച്ചയായ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കാക്കനാട് തങ്കളം നാലുവരി പാതയുടെ നിർമ്മാണം പ്രധാന പദ്ധതിയായി കിഫ്ബി പരിഗണിച്ച പദ്ധതികളിൽ ഒന്നാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം വളരെ വിശദമായി സൂചിപ്പിച്ചതുപോലെ ചില പ്രതിസന്ധികൾ ഇടക്കാലത്ത് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗ്രേഡിയന്റ് കൂടുതലായതിനാൽ IRC മാനദണ്ഡങ്ങൾ പാലിച്ച് റോഡ് ഡിസൈൻ ചെയ്യാൻ സാധ്യമല്ലെന്ന് ഡിസൈൻ വിഭാഗം കണ്ടെത്തി. ഇതേ തുടർന്ന് മറ്റ് അലൈൻമെന്റുകൾ പരിശോധിച്ചു വരികയാണ്. കിഫ്ബിയുടെ TRC വിങ്ങിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് മറ്റ് അലൈൻമെന്റുകളെ സംബന്ധിച്ച പരിശോധന നടത്തുന്നത്. എല്ലാ സാധ്യതകളും പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കും. ഈ റോഡിന്റെ ചെയിൻ 24,600 മുതൽ 26,57 വരെ വികസിപ്പിക്കുന്നതിന് സ്ഥലമേറ്റെടുക്കാൻ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് 20 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികളും പുരോഗമിക്കുകയാണ്. സാർ, ഏറ്റവും ശ്രദ്ധയോടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സാധ്യമായതെല്ലാം സർക്കാർ കൈക്കൊള്ളും. സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതി എന്ന നിലയിൽ അത് മുഖവിലേക്ക് എടുത്തു. എറണാകുളം ജില്ലയിൽ തന്നെ പ്രധാന റോഡ് വികസന പദ്ധതിയും കിഴക്കൻ മേഖലയിലെ ജില്ലാ ആസ്ഥാനവുമായ അതിവേഗം ബന്ധിപ്പിക്കുന്ന പദ്ധതി എന്ന നിലയിലും ഇടുക്കി, എറണാകുളം ജില്ലകളെ തമ്മിൽ വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതി എന്ന നിലയിലും കൂടാതെ ടൂറിസം, IT മേഖലയിൽ വലിയ വികസന സാധ്യത നൽകുന്നവ തങ്കളം കാക്കനാട് നാലുവരി പാതയുടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് MLA സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലൂടെയാണ് 27 കിലോമീറ്റർ ദൂരത്തിലുള്ള തങ്കളം കാക്കനാട് നാലുവരി പാത. 2006-2007 VS ഗവൺമെന്റ് ആദ്യ വർഷത്തിൽ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. തുടർന്ന് അതേ ഗവൺമെന്റിന്റെ 2009-10 വർഷത്തിലെ കോതമംഗലം മണ്ഡലത്തിലെ 1 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. പിന്നീട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 കോതമംഗലം പട്ടണത്തോട് ബന്ധിപ്പിക്കുന്ന പ്രദേശത്ത് 1/2 കിലോമീറ്ററിലേറെ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതോടൊപ്പം ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ 2 ബഡ്ജറ്റുകളിൽ കിഫ്ബി പദ്ധതിയെ പ്രഖ്യാപിച്ച് ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2006-2007 വർഷത്തിൽ നിശ്ചയിച്ച അലൈൻമെന്റ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡ പ്രകാരം ഫീസിബിൾ അല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായതെന്ന് MLA സബ്മിഷന്റെ ഭാഗമായി സഭയിൽ പറഞ്ഞു. ഈ റോഡ് വികസിപ്പിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുപ്പിൽ സംസ്ഥാന ബജറ്റിൽ നിന്ന് 20 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളെല്ലാം സർക്കാർ കൈക്കൊള്ളുമെന്നും സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി എന്ന നിലയിൽ മുഖവിലക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും മന്ത്രി കെ രാജൻ സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു.